മൂവാറ്റുപുഴയാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നാലംഗ കുടുംബത്തിന്റെ വേർപാട് കോതമംഗലം പോലീസിനും വേദനയാവുകയാണ്. കുടുംബത്തിന്റെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനുള്ള പോലീസിന്റെ ശ്രമങ്ങളാണ് കുടുംബത്തിന്റെ മരണത്തോടെ ഫലശൂന്യമായത്. ആലുവ റൂറൽ എസ്.പിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് ഇവർക്ക് സാമ്പത്തിക സഹായം നൽകി ലോഡ്ജിൽ താമസ സൗകര്യം ഒരുക്കിയിരുന്നു. ഇവർക്കായി ഒരു വാടക വീട് കണ്ടെത്തിയെങ്കിലും താമസിക്കാനെത്താതെ ഇവർ മരണത്തിൽ അഭയം തേടുകയായിരുന്നു. കോതമംഗലം ചെറുവട്ടൂരിൽ നിന്ന് കാണാതായ നാലംഗ കുടുംബത്തെ മൂവാറ്റുപുഴയാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പാലക്കാട് നെന്മാറ ഇലവഞ്ചേരി നാരായണൻ 40, ഭാര്യ പായിപ്ര പാലക്കാമ്പറമ്പിൽ ബിജിമോൾ 43, 7ഉം 2ഉം വയസ്സുള്ള മക്കൾ എന്നിവരെയാണ് കാണാതായത്. ഇവരെ മൂവാറ്റുപുഴയാറിലെ പിറവം ഭാഗത്തു നിന്നാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏറെ പരിമിതികൾ അനുഭവിച്ചിരുന്ന കുടുംബം സ്വയം ജീവനൊടുക്കിയെന്നാണ് പ്രാഥമിക അനുമാനം. മരണത്തിന് മുൻപുള്ള ഇവരുടെ ചില CCTV ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഇവർക്ക് അത്താണിയാകാൻ ഏറെ പരിശ്രമിച്ചവരാണ് കോതമംഗലം പോലീസ്. കുടുംബത്തിന് പോലീസ് സാമ്പത്തിക സഹായം നൽകി ലോഡ്ജിൽ താമസ സൗകര്യവും ഏർപ്പെടുത്തിയിരുന്നു. പിന്നീട് വാടക വീട് കണ്ടെത്തി നൽകിയെങ്കിലും അവിടെ താമസിക്കാൻ ഇവർ എത്തിയിരുന്നില്ല എന്ന് കോതമംഗലം SHO പ്രശാന്ത് കുമാർ പറഞ്ഞു. ഒരാഴ്ച മുമ്പ് വരെ നമ്മളുടെ മുമ്പിൽ അവർ വന്നതാണ് സഹായമൊക്കെ ആയിട്ട് അഭ്യർത്ഥിച്ചിട്ട്. ബഹുമാനപ്പെട്ട എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവിയാണ് സാറാണ് എൻ്റെ ശ്രദ്ധയിൽ അത് കൊണ്ടുവന്നത്. അപ്പം സാറ് അവിടെ ഒരു പീസ് വാലി എന്ന് പറഞ്ഞൊരു സന്നദ്ധ സംഘടനയിൽ അവരെ ഒന്ന് താമസിപ്പിക്കണം, അവർക്ക് താമസ സൗകര്യം ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഏർപ്പാടാക്കിയത്. അപ്പോൾ അവിടെ ഒരു പീസ് വാലി എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നമ്മൾ ഈ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ അവിടെ അവർ അക്കോമഡേറ്റ് ചെയ്യുള്ളൂ. അപ്പം ഈ ഇന്നലെ കാണപ്പെട്ട സഹോദരിയുടെ ഒക്കെ ആണെങ്കിൽ കണ്ണ് കാണാൻ വയ്യാത്ത ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു 90% അന്ധത ബാധിച്ചൊരു ആളായിരുന്നു. അപ്പം നമുക്ക് അവിടെ ആണുങ്ങളെ കൂടെ താമസിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നീട് നമ്മൾ തന്നെ കോതമംഗലം പോലീസ് തന്നെ നമ്മൾ അവിടെ തൊട്ടടുത്ത് നമ്മുടെ ഡെയിലി റെൻറ്റിനൊക്കെ കിട്ടുന്ന ഒരു റൂമൊക്കെ കൊടുക്കുന്ന കാവേരി എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഇവരെ താമസിപ്പിച്ചിട്ട് നമ്മൾ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് വീടൊക്കെ നമ്മൾ റെഡിയാക്കി തരാം, അതുവരെ നിങ്ങളിവിടെ താമസിച്ചു, അതിൻ്റെ ചെലവും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി കൊടുത്തു. അവർക്ക് ആ സഹോദരിക്കും ആ ചേട്ടനും 2 മക്കളുണ്ടായിരുന്നു. മൂത്ത പെൺകുട്ടിയും ഇളയതൊരു 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആൺകുട്ടിയായിരുന്നു. അപ്പോൾ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ആഹാരവും കാര്യങ്ങളും എല്ലാം നമ്മളന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ പറഞ്ഞു, അതുവരെ നിങ്ങളവിടെ താമസിച്ചോ, വീട് നമ്മൾ റെഡിയാക്കി തരാം. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ബ്രോക്കർമാരുടെയൊക്കെ തിരക്കി നമ്മൾ കഴിഞ്ഞ ദിവസം ഈ നെല്ലിക്കുഴി ഭാഗത്തുള്ള ഒരു വീട് നമ്മൾ റെഡിയാക്കി കൊടുത്തു. അപ്പോൾ ആ വീട് നമ്മൾ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ അവർക്ക് വീടൊക്കെ ഇഷ്ടപ്പെട്ടു. നല്ല ഒരു വീടാണ്. അപ്പം ആ വീട്ടുടമസ്ഥനുമായിട്ട് നമ്മൾ സംസാരിച്ച് വീടെല്ലാം റെഡിയായി. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ അങ്ങോട്ട് താമസിക്കാൻ വന്നോളാം നമ്മളോട് അറിയിച്ചു. അപ്പം പിറ്റേ ദിവസം നമ്മൾ രാവിലെ അവിടെ താമസിക്കുന്ന നമ്മൾ ഏർപ്പാടാക്കിയ സ്ഥലത്ത് ചെന്നപ്പം അവിടുത്തെ ആൾ പറഞ്ഞു, ഇവരിങ്ങനെ രാവിലെ പള്ളി പോവാണെന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്, മുറി പൂട്ടിയിട്ട് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം ഇന്നലെയാണ് ഇങ്ങനത്തെ ഒരു ദാരുണമായൊരു കാര്യം ഇന്നലെ നമ്മൾ അറിയുന്നത്. കോതമംഗലത്തെ പതിവ് കാഴ്ചയായിരുന്ന ഈ കുടുംബത്തിന്റെ വേർപാട് പ്രദേശവാസികൾക്കും നൊമ്പരമാവുകയാണ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.